أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. യൗമുൽ ജുമുഅ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മകൾ നേടാൻ കഴിയുന്ന ദിവസമാണ്. ഖുർആൻ മുഅ്മിനുകളെ എന്ന് വിളിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഇദാ നൂദിയ ലിസ്സലാ മി യൗമിൽ ജുമുഅ, ജുമുഅ ദിവസം വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതിപ്പെടണമെന്നതാണ്. അതുപോലെ തന്നെ വദറുൽ ബൈ, അവരുടെ കച്ചവടങ്ങൾ, അത് കച്ചവടം വാങ്ങലും അത് കച്ചവടം നടത്തലും, ഒരു വസ്തു വാങ്ങലും അത് കച്ചവടം ചെയ്യലും രണ്ടും നിങ്ങൾ ഒഴിവാക്കണം. അല്ലാഹുവിലേക്കുള്ള ദിക്റാണ് ഖുതുബ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജുമുഅയെ വളരെ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് വിശ്വാസികൾ. ജുമുഅക്ക് വേണ്ടി ഒരുങ്ങുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകമായ വസ്ത്രം സലഫുകൾ വെള്ളിയാഴ്ച ദിവസം അവർ ധരിച്ചിരുന്നു. വെള്ളിയാഴ്ചക്ക് വേണ്ടി പ്രത്യേകമായ വസ്ത്രങ്ങൾ ഒരുക്കിയിരുന്നു എന്ന് സലഫുകളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഹാദാ യൗമു ഈദിൻ ജഅലഹുല്ലാഹു ലിൽ മുസ്ലിമീൻ, വെള്ളി എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ ഈദാണ്, മറ്റു ദിവസങ്ങളെപ്പോലെയല്ല. വെള്ളിയാഴ്ച ദിവസം ഈമാൻ അവരുടെ ഹൃദയങ്ങളിൽ നൽകുന്ന ഒരു സന്തോഷമുണ്ട്. അത് വെള്ളിയുടെ യൗമുൽ ജുമുഅയുടെ പ്രത്യേകതയാണ്. ഫമൻ ജാഅ ഇലൽ ജുമുഅ ഫൽയഗ്തസിൽ, ഒരുത്തൻ ജുമുഅക്ക് വരുന്നുവെങ്കിൽ യാത്രക്കാരനല്ല, രോഗിയല്ല, മറ്റു തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ ജുമുഅ നിർബന്ധമാണ്. അങ്ങനെ ജുമുഅയിലേക്ക് വരുന്ന ഒരുത്തൻ ഫൽയഗ്തസിൽ, അവൻ കുളിക്കട്ടെ, കുളിച്ച് ശുദ്ധിയായി, അങ്ങനെയാണ് ജുമുഅയിലേക്ക് അവൻ വരേണ്ടത്. വ ഇൻ കാന തീബ് ഫൽയമസ്സ മിൻഹു വഅലൈക്കും ബിസ്സിവാക്, അതുപോലെ തന്നെ അവൻ സുഗന്ധം പൂശട്ടെ, അവൻ മിസ്വാക്ക് ചെയ്ത് ദന്തശുദ്ധീകരണം വരുത്തി, അങ്ങനെ അവർ ജുമുഅക്ക് വേണ്ടി വരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഏറ്റവും പ്രാധാന്യം എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസത്തിൽ മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുന്ന ഉപദേശമാണ്, ഖുതുബയാണ്. ആ ഖുതുബ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ എത്തിച്ചേരാനും ഖുതുബ മുഴുവൻ ശ്രദ്ധയോടുകൂടെ കേൾക്കാനും വിശ്വാസികൾ ശ്രമിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തകല്ലമ, ഒരുത്തൻ സംസാരിക്കുകയാണ്, വൽ ഇമാമു യഖ്തുബ്, ഇമാമാകട്ടെ ഖുതുബ നിർവഹിക്കുകയാണ്. ജുമുഅ ആരംഭിച്ചു, ഇമാമ ഖുതുബ നിർവഹിക്കുന്നു. ആ സമയത്ത് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ഫഖദ് ലഗാ, അവൻ ഒരു വെറും പ്രവർത്തനം, അവൻ ലഗ്വ് അവിടെ പ്രവർത്തിച്ചിരിക്കുന്നു. വമൻ ലഗാ ഫലാ ജുമുഅത ലഹു, അങ്ങനെ വല്ലവനും പ്രവർത്തിച്ചാൽ അവന് ജുമുഅയുടെ പ്രതിഫലമില്ല. എത്ര ഗൗരവമുള്ള വിഷയമാണ്. ജുമുഅ ആരംഭിച്ചു കഴിഞ്ഞു, ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ആ ഖുതുബയുടെ പ്രതിഫലം അവന് നഷ്ടപ്പെടും, അവൻ ചെയ്ത പ്രവർത്തനം അവന് നഷ്ടമാകും. ഇപ്പോൾ ഖുതുബ ആരംഭിച്ചു കഴിഞ്ഞിട്ടല്ല ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുക. എന്തെല്ലാം സൗകര്യങ്ങൾ പള്ളിയിൽ ചെയ്യണമോ അത് ഖുതുബയുടെ മുമ്പ് അവർ പൂർത്തീകരിക്കണം. ഖുതുബ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്നവരുടെ, മറ്റുള്ളവരുടെ ബാധ്യത എന്നുള്ളത് ശ്രദ്ധയോടുകൂടെ കേൾക്കുക എന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഖുൽത ലി സാഹിബിക് അൻസിത്, ഒരാൾ സംസാരിക്കുന്നുണ്ട് ഖുതുബ നടക്കുമ്പോൾ,
ആ സംസാരിക്കുന്ന വ്യക്തിയോട് നീ പറഞ്ഞു മൗനം പാലിക്ക്, മിണ്ടാതിരിക്ക്. ഇപ്പം ഇയാൾക്കറിയാം സംസാരിക്കാൻ പാടില്ല എന്നത്. അതുകൊണ്ടാണ് കൂടെയുള്ള ആളോട് സംസാരിക്കല്ലേ എന്ന് പറയുന്നത്. നല്ലതാണ് പറഞ്ഞത്, സംസാരിക്കരുത് എന്നാണ് പറഞ്ഞത്. വൽ ഇമാമു യഖ്തുബ്, എന്നാൽ ആ പറയുന്ന സമയത്ത് ഇമാം ഖുത്ബ നിർവഹിക്കുന്ന സമയമാണെങ്കിൽ ഫഖദ് ലഗൗത, അവൻ്റെ ആ ജുമുഅയുടെ പ്രതിഫലത്തിൽ വീഴ്ച വരും. ജുമുഅയുടെ പ്രതിഫലത്തിൽ അവന് നഷ്ടം സംഭവിക്കും. ഇപ്പോൾ ഖുത്ബ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. ഖുത്ബ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് പോവുക, പിന്നെ അങ്ങോട്ട് നടക്കുക, ഇങ്ങോട്ട് നടക്കുക, സംസാരിക്കുക, മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുക. ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. ജുമുഅയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ മസ്സൽ ഹസ ഫഖദ് ലഗ. റസൂലുള്ളാഹിയുടെ പള്ളി താഴെ മണൽ വിരിച്ചതാണ്. ആ ജുമുഅക്കിരിക്കുമ്പോൾ ആരെങ്കിലും താഴെ കിടക്കുന്ന ആ ചരൽക്കല്ലൊന്ന് തൊട്ട് കളിച്ചാൽ, അഥവാ ആ കല്ലൊന്നെടുത്ത് അത് മിനുസണ്ടോ, അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുക, അങ്ങോട്ട് മാറ്റി വെക്കുക, ആ താഴെ കിടക്കുന്ന കല്ലിൽ ഒരുത്തൻ കളിച്ച് അവൻ ആ ഖുത്ബയുടെ ശ്രദ്ധയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഫഖദ് ലഗ, അവൻ്റെ ജുമുഅയുടെ പ്രതിഫലം നഷ്ടപ്പെടും. എത്ര ഗൗരവമുള്ള വിഷയമാണ് ഖുത്ബ എന്നുള്ളത്. റസൂലുള്ളാഹിയുടെ പള്ളിയിൽ അവിടെ കല്ലാണുള്ളത് എങ്കിൽ നമ്മളെ ബാധിക്കുന്ന വിഷയമാണ് മൊബൈൽ. ഖുത്ബ തുടങ്ങിയിട്ട് മൊബൈൽ എടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് വെക്കുക, അവിടുന്ന് അങ്ങോട്ട് വെക്കുക, അതുപോലെ പേൻ എടുക്കുക, പേപ്പർ എടുക്കുക, വേറെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതെല്ലാം ജുമുഅയെ ബാധിക്കുന്ന വിഷയമാണ്, പ്രതിഫലത്തെ ബാധിക്കുന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി നമ്മളെ താക്കീത് ചെയ്ത വിഷയമാണ്. ഇപ്പോൾ കാർപ്പറ്റിൽ കളിച്ചിരിക്കുക, ഇതൊന്നുമല്ല ഖുത്ബ, ഇതൊന്നുമല്ല ജുമുഅയുടെ സമയത്തുണ്ടാകേണ്ടത്. ജുമുഅയുടെ സമയത്ത് അൽ ഇൻസാത്ത്, ശ്രദ്ധിച്ച് കേൾക്കലാണ്. ശ്രദ്ധയോടുകൂടെ ഖത്തീബ് നൽകുന്ന ഉപദേശങ്ങൾ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. ലാ ജുമുഅത ലഹു എന്ന് പറഞ്ഞാൽ യഹ്റുമു മിൻ അജ്രിൽ ജുമുഅ, ജുമുഅയുടെ അജ്ർ, ജുമുഅയുടെ പ്രതിഫലം അതവന് നഷ്ടമാകും. പള്ളിയിൽ നേരത്തെ വന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു, പക്ഷേ ഈ അശ്രദ്ധ ജുമുഅയുടെ പ്രതിഫലമാണ് ഒരാൾക്ക് നഷ്ടപ്പെടുത്തുക. ഇപ്പോൾ ജുമുഅയിൽ ഉറക്കോ, ഒരു കല്ലിൽ കളിച്ചാൽ ഇത്ര ഗൗരവമാണെങ്കിൽ ജുമുഅക്ക് വന്ന് ഉറങ്ങിയാൽ, ജുമുഅക്ക് വന്ന് അശ്രദ്ധമായി പോയി കഴിഞ്ഞാൽ അതും പ്രതിഫലത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ജുമുഅയുടെ രാത്രി അന്ന് സുദീർഘമായി ഉറക്കമൊഴിച്ചിരിക്കുക, സുദീർഘമായി രാത്രി സംസാരിച്ചിരിക്കുക, എന്നിട്ടത് ജുമുഅയെ ബാധിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടുള്ളതല്ല. വളരെ ശ്രദ്ധയോടുകൂടെ ആ സമയം നാം നോക്കിക്കാണേണ്ടതുണ്ട്. ചില പള്ളികളിലൊക്കെ ജുമുഅ തുടങ്ങിയാൽ അവിടുന്ന് ഇങ്ങനെ ഒരു പിരിവിൻ്റെ ബോക്സ് അതിങ്ങനെ പോകും. ഖുത്ബയുടെ ഇടയിൽ, വെള്ളിയാഴ്ച ഖുത്ബ നിർവഹിക്കുന്നതിൻ്റെ ഇടയിൽ പിരിവ് നടക്കണം. ആ ബോക്സ് ഇങ്ങനെ പോകും, ഓരോരുത്തരുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കാൻ. അത് അവരുടെ പ്രതിഫലമാണ് നഷ്ടപ്പെടുത്തുന്നത്. ചില ആളുകൾ ജുമുഅയുടെ സമയത്ത് തന്നെ പിരിവിന് വേണ്ടി ബോക്സും പിടിച്ച് പുറത്ത് നിൽക്കാൻ. ഇതെല്ലാം വളരെ ഗൗരവമുള്ള വിഷയമാണ്. ശ്രദ്ധയോടുകൂടെ ജുമുഅ നാം ഖുത്ബ കേട്ട് ജുമുഅ നിർവഹിക്കുകയാണെങ്കിൽ വലിയ പ്രതിഫലം നമുക്ക് നേടാൻ സാധിക്കും. ഈ സമയം അശ്രദ്ധമായാൽ ആ പ്രതിഫലങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. റസൂലുള്ളാഹി പറഞ്ഞു, മനി ഖത്തസല യൗമൽ ജുമുഅ, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം അവൻ കുളിച്ചു, വതതഹറ ബിമസ്തതഅ മിൻ തുഹിലിൻ സുമ്മ മസ്സ മിൻ തീബിൻ സുമ്മ റാഹ ഫലം യുഫരിഖ് ബൈന സ്നൈൻ, ശുദ്ധിയാക്കി സുഗന്ധം പൂശി എന്നിട്ട് രണ്ടുപേരെ പരസ്പരം അകറ്റിയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആളുകൾ അവസാനം വരും, എന്നിട്ട് ആദ്യത്തെ അവ്വൽ സ്വഫ് അവർക്ക് കിട്ടണം, എന്നിട്ട് പിറകിൽ നിന്ന് ഓരോരുത്തരെ ഷോൾഡർ ഇങ്ങനെ തട്ടിമാറ്റി ചാടിക്കടന്ന് അവർ മുന്നിൽ വന്നിരിക്കും. ഇത് ജനങ്ങൾക്ക് വെറുപ്പുള്ള വിഷയമാണ്. അവരെ അകറ്റി ആ പിറകിൽ നിൽക്കുന്ന ആൾ ഏറ്റവും മുന്നിൽ അയാൾക്ക് വന്ന് നിൽക്കണം, അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ ഒരു പ്രത്യേകമായ ഇരിപ്പിടം അവർക്ക് വേണ്ടി ഒരുക്കുക. അത് അവരെ സീറ്റാണ്, എന്നിട്ട് അവിടെ വന്നിരിക്കുക. എന്നാൽ ആദ്യം വരും, അതില്ല, അവസാനത്തിൽ വരും. റസൂലുള്ളാഹി ജനങ്ങളുടെ ഷോൾഡർ മാറ്റി ചാടിക്കടന്ന്
അങ്ങനെ പിറകിൽ നിന്ന് മുന്നിലേക്ക് വന്നു നിൽക്കുന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പാടില്ല എന്ന് പഠിപ്പിച്ചു. എന്നാൽ ഒരു വിടവുണ്ട്, സൊഫിൽ വിടവുണ്ട് എങ്കിൽ പിറകിലുള്ള ഒരാൾക്ക് ആ വിടവിലേക്ക് കയറിയിരിക്കാം. അല്ലാതെ ഓരോരുത്തരെയും തട്ടിമാറ്റി മുന്നിലേക്ക് വരുന്ന രീതി അത് പാടില്ലാത്തതാണ്. അങ്ങനെ അയാൾ ചെയ്തില്ല. ജുമുഅ ദിവസം അങ്ങനെ ആളുകളെ തട്ടിമാറ്റിക്കൊണ്ട് അയാൾ മുന്നിലേക്ക് വന്നില്ല. അയാൾ അവിടെ ഇരുന്നു, ശ്രദ്ധിച്ച് ഖുതുബ കേട്ടു. ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമുഅത്തിൽ ഉഖ്റാ. അവൻ്റെ ജുമുഅകൾക്കിടയിലുള്ള ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. വേറൊന്നും വേണ്ട, ആ ജുമുഅ കൊണ്ട് അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ നേരത്തെ എത്താൻ ശ്രദ്ധിക്കുക. മനിഗത്തസല യൗമൽ ജുമുഅ ഗസ്ലൽ ജനാബ സുമ്മ റാഹ. ജനാബത്തിൻ്റെ കുളി പോലെ ഒരാൾ കുളി നിർവഹിച്ച് പള്ളിയിലേക്ക് അയാൾ വന്നു, നേരത്തെ അയാൾ എത്തി. ഫകഅന്നമാ ഖറാബ ബദന. ഹദീസിൽ കാണാം, ഒരു ഒട്ടകത്തെ അറുത്ത പ്രതിഫലം അയാൾക്ക് ലഭിക്കും. ഒരു ഒട്ടകത്തെ അറുത്ത് വീതം വെച്ച പ്രതിഫലം. അത് കഴിഞ്ഞ് പിന്നീട് കുറച്ചുകൂടെ സമയം കഴിഞ്ഞാണ് അയാൾ എത്തുന്നത് എങ്കിൽ ബഖറ. പിന്നെ ഹദീസിൽ കാണാം ഖബിഷ്, അതുപോലെ തന്നെ ദജാജ, അതുപോലെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. കുറച്ചുകൂടെ സമയം കഴിഞ്ഞെത്തിയാൽ ഒരു ബഖറയുടെ, ഒരു പശുവിൻ്റെ പ്രതിഫലം, പിന്നീട് ഒരു ആടിൻ്റെ പ്രതിഫലം, പിന്നീട് ഒരു കോഴിയുടെ പ്രതിഫലം, ഒരു കോഴിമുട്ട ഒരാൾക്ക് സ്വതക്ക നൽകുന്നതിൻ്റെ പ്രതിഫലം. അങ്ങനെ എല്ലാം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഫഇദാ ഖറജൽ ഇമാം, ഇമാമ് പുറപ്പെട്ടു, ഇമാമ് ഖുതുബ ആരംഭിച്ചു, പള്ളിയിൽ ഖുതുബ ആരംഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത്. ഹളറത്തിൽ മലായികത്തു യസ്തമിഊന ദിക്ർ. മലക്കുകൾ ആ ദിക്ർ കേൾക്കാൻ, ഖതീബിൻ്റെ സംസാരം കേൾക്കാൻ അവർ ശ്രദ്ധിച്ചിരിക്കും. ജുമുഅ ആരംഭിച്ചു കഴിഞ്ഞ് പിന്നെയും കയറി വരുമ്പോൾ ആ പ്രതിഫലം നഷ്ടപ്പെടുകയാണ്, നന്മകൾ നഷ്ടപ്പെടുകയാണ്. നമുക്കറിയാലോ, വെള്ളിയാഴ്ചയാണ്, ജുമുഅയുണ്ട്, 12:45 ഖുതുബ ആരംഭിക്കുക. എനിക്ക് ഇവിടെ നിന്ന് ഇത്ര ദൂരം യാത്രയുണ്ട്, ഞാൻ എപ്പോൾ പുറപ്പെട്ടാൽ അവിടെ എത്താൻ കഴിയും. എന്നിട്ടും നമ്മൾ ഖുതുബയിലേക്ക് വൈകി എത്തുന്നുണ്ട് എങ്കിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ പ്രതിഫലമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവും പകലും ധാരാളമായി സ്വലാത്ത് അധികരിപ്പിക്കാൻ, അക്സിറു മിനസ് സ്വലാ അലയ്യ യൗമൽ ജുമുഅ, എൻ്റെ മേലുള്ള സ്വലാത്ത് ധാരാളമായി നിങ്ങൾ അധികരിപ്പിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ജുമുഅ കേൾക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ നേരെ ഇരിക്കലല്ല, തഹിയ്യത്ത് നിസ്കരിക്കണം, 2 റക്അത്ത് നമസ്കരിക്കണം. ആ സമയത്ത് ബാങ്ക് വിളിക്കുന്നുണ്ട് എങ്കിൽ ബാങ്കിന് ജവാബ് പോലും അയാൾ കൊടുക്കേണ്ടതില്ല. അയാൾ പെട്ടെന്ന് 2 റക്അത്ത് നമസ്കരിച്ച് അത് ചുരുക്കി ഇരുന്ന് ഖുതുബ കേൾക്കുന്ന രീതിയാണ് ഉണ്ടാകേണ്ടത്. ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഖുതുബ അറബി ഭാഷയിലാണോ അതല്ല ആ നാട്ടുകാരുടെ ഭാഷയിലാണോ എന്നതിൽ ചില ചർച്ചകൾ നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരൊറ്റ ഖുതുബ പോലും അറബിയല്ലാത്ത ഭാഷയിൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഖുതുബ അറബി ഭാഷയിൽ വേണം എന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സംസാരവും അറബിയാണ്. ഭാര്യയോട് സംസാരിച്ചത് അറബിയാണ്, കച്ചവടം ചെയ്തത് അറബി ഭാഷയിലാണ്, വഅദ് നടത്തിയത്, ഉപദേശം നടത്തിയത് അറബി ഭാഷയിലാണ്, ഖുതുബ നിർവഹിച്ചതും അറബിയിലാണ്. ബാക്കി സംസാരങ്ങളെല്ലാം മറ്റു ഭാഷയിലും, ഖുതുബ മാത്രം അറബി. അതല്ല റസൂലുള്ളാഹിയുടെ ചര്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബിയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ സംസാരങ്ങൾ മുഴുവൻ അറബി ഭാഷയിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഖുതുബ പോലും പ്രവാചകൻ്റെ ഓഡിയൻസിന്
സ്വഹാബാക്കൾക്ക് മനസ്സിലാകാത്ത അവസ്ഥയുണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് നടത്തിയ ഒരു ഉപദേശം പോലും, ഒരു ഖുതുബ പോലും ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഇന്നത്തത് ഞങ്ങൾക്ക് തിരിഞ്ഞില്ല എന്നു പറയുന്ന അവസ്ഥയുണ്ടായിട്ടില്ല. സ്വഹാബത്തിനത് മനസ്സിലായി, അവർ സംസ്കരിക്കപ്പെട്ടു. ജാഹിലിയത്തിലെ അറബികൾ അവരുന്നതരായി മാറി പ്രവാചകൻ്റെ ഖുതുബയിലെ ഉപദേശങ്ങളിലൂടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബ കാന ഇദാ ഖതബ ഇഹ്മറത് ഐനാ, റസൂലുള്ളാഹിയുടെ കണ്ണുകൾ ചുവക്കും. ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് പ്രവാചകന്റെ കണ്ണുകൾ ചുവക്കും. വഅലാ സൗതുഹു, ശബ്ദമുയരും. വസ്തദ്ദ ഗളബുഹു, ശക്തമായ കോപത്തോടുകൂടെ, പറയുന്ന വിഷയത്തിൻ്റെ ഗൗരവത്തോടുകൂടെ അങ്ങനെയാണ് റസൂലുള്ളാഹി സംസാരിക്കുക. ഹത്താ കഅന്നഹു മുൻദിറു ജയ്ഷ്, ഒരു സേനാനായകൻ തൻ്റെ സൈന്യത്തിന് താക്കീത് നൽകുന്നത് പോലെ, ഒരു സേനാനായകൻ തൻ്റെ സൈന്യത്തിന് ഉപദേശങ്ങൾ നൽകുന്നത് പോലെ അങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം, ഖുതുബ. ശബ്ദമുയരേണ്ടടുത്ത് ശബ്ദമുയരും. ഖുർആനോതും, ഖുർആനോദി പ്രവാചകൻ ഉത്ബോധനം നടത്തും. ജീവിതത്തിൽ ഒരിക്കൽ ഒരു മലയാള ഖുതുബ ഉള്ള പള്ളിയിൽ നമ്മൾ കയറിയാൽ ഉത്ബോധനം ലഭിക്കും. ആ ഖുതുബയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബയിലൂടെ ഉത്ബോധനങ്ങളാണ് കൈമാറിയത്. ജീവിതത്തിൽ ഒരിക്കൽ ഒരു മലയാള ഖുതുബ കേട്ടുകഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഒരു ഉത്ബോധനം ലഭിക്കും. 30 കൊല്ലവും 40 കൊല്ലവും നമ്മുടെ നാട്ടിൽ അറബി ഭാഷയിൽ ഖുതുബ നടക്കുന്നു. ആ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഖുതുബയിൽ നിന്ന് ഒരു ഉത്ബോധനം പോലും ലഭിക്കാതെ എത്രയോ മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ട ജുമുഅകൾ അവരെങ്ങനെ കടിച്ച് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശങ്ങളിൽ, ഖുതുബയിൽ മാറ്റങ്ങളുണ്ടായി. ചില ആളുകൾക്കുള്ളൊരു സംശയം, ജുമുഅ 4 റക്അത്ത്, അത് 2 റക്അത്ത് ഖുതുബക്കും 2 റക്അത്ത് നമസ്കാരവും, അങ്ങനെ 4 അല്ലേ? നമസ്കാരം അത് അറബിയിലല്ലേ പാടുള്ളൂ, പിന്നെ എങ്ങനെയാണ് ആ 2 റക്അത്തിന് പകരമായ ഖുതുബ അത് മലയാളത്തിലാവുക? 2 റക്അത്തിന് പകരമല്ല ഖുതുബ. ളുഹറിൻ്റെ 4-ൽ 2, ജുമുഅയുടെ 2-ഉം ഖുതുബയുടെ 2-ഉം എന്ന രൂപത്തിലല്ല, അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഖുതുബയും നിസ്കാരം ഒരുപാട് വ്യത്യാസമുണ്ട്. ഖുതുബ നിർവഹിക്കുമ്പോൾ ഇമാം കിഴക്കോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്, നിസ്കാരത്തിലോ പടിഞ്ഞാട്ടേക്കാണ്, ഖിബിലയിലേക്കാണ് തിരിയുന്നത്. ഖുതുബ നിർവഹിക്കുമ്പോൾ ആ ഖുതുബ കേൾക്കുന്ന സമയത്ത് വുദൂ നിർബന്ധമില്ല, നിസ്കാരത്തിന് വുദൂ നിർബന്ധമാണ്. വുദൂ നഷ്ടപ്പെട്ടാൽ നിസ്കാരത്തിൽ നിന്ന് തിരിഞ്ഞു പോകണം. നമസ്കാരത്തിൽ അള്ളാഹുവുമായുള്ള മുനാജാത്താണ്, അള്ളാഹുവോടാണ് സംസാരിക്കുന്നത്. ഖുതുബയിലോ യാ ഇബാദല്ലാ ഫത്തഖുല്ലാ, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. ഖുതുബ ജനങ്ങളോടുള്ള സംസാരമാണ്. യാ ഇബാദല്ലാ എന്ന് പറഞ്ഞ് ജനങ്ങൾക്കുള്ള ഉപദേശമാണ്. ജനങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. ജനങ്ങൾ ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ട് അവരുടെ ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഖുതുബ എന്നുള്ളത് നിസ്കാരത്തിന് പകരമായ ഒരു സംഗതിയല്ല. മാത്രമല്ല, ഒരാൾ ഖുതുബ അയാൾക്ക് കിട്ടിയില്ല, നമസ്കാരം മാത്രമാണ് അയാൾക്ക് കിട്ടിയത് എങ്കിലും നിർബന്ധ ബാധ്യത, ജുമുഅ എന്ന ബാധ്യത അയാൾക്ക് വിടും. 2ാമത്തെ റക്അത്തിലെ റുക്കൂ കഴിഞ്ഞാണ് എത്തിയത് എങ്കിൽ പിന്നെ ജുമുഅ അയാൾക്ക് ലഭിക്കുകയില്ല. 4 റക്അത്ത് പൂർത്തിയായി ളുഹർ നമസ്കരിക്കണം. അല്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജുമുഅ ലഭിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബയിൽ ജനങ്ങൾക്ക് മാറ്റങ്ങളുണ്ടായി. സ്വഹാബി വന്നു, തഹജ്ജുദ് നിസ്കരിക്കാതിരുന്നു. മിമ്പറിൽ നിന്ന് റസൂലുള്ളാഹി വിളിച്ചു, ഖും, എഴുന്നേൽക്ക്, 2 റക്അത്ത് നമസ്കരിച്ചിട്ടിരിക്ക്.
ഖുതുബയിലാണ് റസൂലുള്ളാഹി പറയുന്നത്. ഖുതുബയിൽ മുന്നിലിരിക്കുന്ന ആ ആളുകളുടെ കൂട്ടത്തിൽ ചില ആളുകൾ അതിദരിദ്രരാണെന്ന് കണ്ടപ്പോൾ, വസ്ത്രങ്ങളില്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പട്ടിണിപ്പാവങ്ങളാണെന്ന് കണ്ടപ്പോൾ ഖുതുബയുടെ വിഷയം മാറി. സ്വതക്കയെ പറ്റിയായി അന്നത്തെ ഖുതുബ. ഖബറിനെ കുറിച്ചുള്ള റസൂലുള്ളാഹിയുടെ ഖുതുബ ഹദീസിൽ കാണാം. ഖുതുബ കേട്ട് സ്വഹാബത്ത് തിരിച്ചു പോകുന്നില്ല. അവരവിടെ ഇരുന്നു കൊണ്ട് കണ്ണീർ വാർക്കുകയാണ്. അവരുടെ കച്ചവടം അവർ മറന്നു, അവരുടെ വീട് അവർ മറന്നു, ഖബറിലേക്ക് അവർ ചുരുങ്ങി. അവരുടെ ഖബറിനെ കുറിച്ചായി അവരുടെ ചിന്ത. കണ്ണുനീർ നിറഞ്ഞൊഴുകി സ്വഹാബത്തിൻ്റേത്. ആ പള്ളി മിമ്പറുകളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടായത്. ഇന്ന് പലപ്പോഴും നമ്മുടെ നാടുകളിൽ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഓരോ വർഷവും ഓരോതും പുതിയ പുതിയ ഖുതുബ ഇങ്ങനെ ഉണ്ടാക്കാൻ. 300 വർഷം മുമ്പ് മിസ്റിൽ ജീവിച്ചൊരു മനുഷ്യൻ, അയാൾ നടത്തിയ ഖുതുബ അത് ക്രോഡീകരിച്ച് അത് കാലങ്ങളായി വായിച്ചുകൊണ്ടേയിരിക്കാൻ. ഭാഷ റസൂലുള്ളാഹിയുടേതും ഖുതുബ മിസ്റുകാരൻ്റേതും. ആ ഖുതുബ അത് ഓരോ വർഷവും ആവർത്തിച്ചു വായിക്കുന്നു. ചില പള്ളികളിൽ കേരളത്തിലുള്ളൊരു മനുഷ്യൻ, അയാളത് ചില എഡിറ്റ് വരുത്തി ഒരു പുസ്തക രൂപത്തിലാക്കി അത് വായിച്ചുകൊണ്ടേയിരിക്കാൻ. എന്നിട്ടോ റബിയുൽ അവ്വലിൽ റസൂലുള്ളാഹിൻ്റെ വഫാത്തിൻ്റെ സുദീർഘമായ ഖുതുബ കേട്ട് ജന്മദിനാഘോഷിക്കാൻ വേണ്ടി പോകുന്നു. എന്തുകൊണ്ട്? ഉപദേശം ലഭിക്കുന്നില്ല, പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തെ കൂടെ ഖുതുബ കേൾപ്പിക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹിയുടെ പള്ളിയിൽ സ്ത്രീകൾ വന്നിട്ടുണ്ട്. അവർ പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്, നിർബന്ധമായ കാര്യമല്ല. പള്ളിയിൽ വരാൻ അവർക്ക് അനുവാദമുണ്ട്. ഇന്നത്തെ പോലെ ഒരു സമയം നിശ്ചയിച്ച് കൃത്യം ആ സമയത്തല്ല അന്നത്തെ നമസ്കാരം തുടങ്ങിയിരുന്നത്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എപ്പോഴെത്തുന്നോ അപ്പോഴാണ് നമസ്കാരം. ഇമാം എപ്പോൾ വന്ന് മിഹ്റാബിൽ നിൽക്കുന്നുവോ, മിഹ്റാബില്ല, അത് ഉമറുൽ അബ്ദുൽ അസീസിൻ്റെ കാലഘട്ടത്തിലാണ്. റസൂലുള്ളാഹി എപ്പോൾ വന്ന് നമസ്കാരത്തിന് ഇമാമ് നിൽക്കുന്നുവോ അപ്പോഴാണ് നമസ്കാരം ആരംഭിച്ചിരുന്നത്. ഹദീസിൽ കാണാം, ഉമർ ഖത്താബ് വന്ന് റസൂലുള്ളാഹിയുടെ വാതിൽ മുട്ടും. നബിയെ, കുട്ടികൾ ഉറങ്ങി, സ്ത്രീകൾക്ക് ഉറക്കം വന്ന് തുടങ്ങി, ഇശ നമസ്കരിക്കല്ലേ. റസൂലുള്ളാഹി വരും, ഇശ നമസ്കാരത്തിന് നേതൃത്വം നൽകും. 2 കാരണങ്ങളാണ്. ഒന്ന്, എല്ലാവരും കൂടെ എത്തട്ടെ, എല്ലാവർക്കും ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടട്ടെ, എല്ലാവരും എത്തിയിട്ടാണ് അന്ന് ജമാഅത്ത് ആരംഭിക്കുക. മറ്റൊന്ന്, ഇശാ കുറച്ചൊന്ന് വൈകിപ്പിച്ചാൽ അത് അഫ്ദലാണ്. മറ്റു നമസ്കാരങ്ങളൊക്കെ ആദ്യത്തെ വക്താണ് ഏറ്റവും അഫ്ദലി എങ്കിൽ ഇശാ കുറച്ചൊന്ന് വൈകിപ്പിച്ചാൽ അത് അഫ്ദലാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലായിരുന്നുവെങ്കിൽ ഈ സമയത്ത് ഞാൻ നിർവഹിക്കാൻ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹിയുടെ പള്ളിയിൽ സ്ത്രീകൾ വന്നു, ജുമുഅക്ക് പള്ളികളിൽ സ്ത്രീകൾ വന്നു. അവർ കേട്ടു. കുടുംബങ്ങളിൽ മാറ്റങ്ങളുണ്ടായി, സമൂഹങ്ങളിൽ മാറ്റങ്ങളുണ്ടായി. ജാഹിലിയത്തിലെ അറബികൾ ഖൈറു ഉമ്മത്തായി മാറി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മൾ മാത്രം കെട്ടുപോവുക എന്നതിനപ്പുറത്ത് നമ്മുടെ ഇണകളെ, നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, അവരെ കൂടെ ജുമുഅക്കും ഉപദേശങ്ങളിലേക്കും കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും ഖൈർ പ്രദാനം ചെയ്യട്ടെ, സ്നേഹം പ്രദാനം ചെയ്യട്ടെ.